നമസ്കാരം, സന്തോഷാണ് കാവാലം. ഞാനിന്ന് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനും ഒക്കെ ആയിട്ട്. ഇതിൽ തെറ്റുമുണ്ട്. കാരണം ചില ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചില മെസ്സേജുകൾ ഷെയർ ചെയ്ത് വരുന്നത് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കണമെന്നില്ല. ഇതിൻ്റെ ഉറവിടം നമുക്കറിയില്ല. ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളിന് മാത്രമേ അതിൻ്റെ ഉറവിടം അറിയത്തുള്ളൂ. സത്യമാവാം, കള്ളമാകാം. അപ്പം അങ്ങനെ വരുന്ന മെസ്സേജുകൾ നമ്മളതിൻ്റെ ജെന്യൂനിറ്റി അറിയാതെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, ഈ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരാളിലേക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്യുമ്പോൾ അത് വീണ്ടും 1, 10, 100, 100, 1000, 1000 അങ്ങനെ സ്പ്രെഡായി പോവാം. അപ്പം നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു വിഷയം അത് ജെന്യൂൻ അല്ല എങ്കിൽ അത് ഓരോ ആളുടെയും കൈകളിൽ എത്തുമ്പോൾ അവരെല്ലാം അത് വായിക്കുകയും ഒക്കെ ചെയ്ത് ആ തെറ്റായ സന്ദേശമാണ് അവരിലോട്ടൊക്കെ എത്തുന്നത്. ഇതിലിപ്പം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പോസിറ്റീവ് നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പോസിറ്റീവായിട്ട് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവായ കുറെ കമന്റുകൾ വരും. നെഗറ്റീവായിട്ട് നമ്മളൊരു വീഡിയോയോ ഒരു സബ്ജക്ട് ഒരു വിഷയമോ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിലും പോസിറ്റീവ് നെഗറ്റീവായ കമന്റുകൾ വരും. അത് ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ വെർഷനാണ് അവർ പറയുന്നത്. അത് സത്യമാകണമെന്നില്ല. ഇപ്പൊ ആരും 100% പോസിറ്റീവ് അല്ല. ഈ പറഞ്ഞ ഞാനും 100% പോസിറ്റീവ് അല്ല. 100% പോസിറ്റീവ് ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അത് 100% പോസിറ്റീവ് ആകാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമുക്ക് മനുഷ്യരാണ്, എല്ലാവർക്കും ചെറിയ ചെറിയ നെഗറ്റീവുകൾ ഉണ്ടാവും, അതില്ലാണ്ടിരിക്കില്ല. ഇപ്പൊ ഒരു വ്യക്തി മരിച്ചുപോയി, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പോസിറ്റീവും നെഗറ്റീവുമായ നമ്മൾ കമന്റുകൾ എഴുതുന്നു. നെഗറ്റീവ് കമന്റുകൾ എഴുതി വിടുമ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, സഹോദരങ്ങള്, അദ്ദേഹത്തിന്റെ മക്കള് അല്ലെ അവരുടെ മക്കള്, പിന്നെ അമ്മ, അച്ഛൻ, സുഹൃത്തുക്കള്, ഇപ്പൊ ഒരു തൊഴിൽദാതാവാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഉദ്യോഗാർത്ഥികള്, ഒരു പബ്ലിക് ഫിഗർ ആണെന്ന് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അല്ലെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമം ഉണ്ടാവും. കാരണം അവർക്കൊക്കെ അദ്ദേഹം അല്ലെ അവർ വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ വരുമ്പോൾ നമ്മൾ അറിയാതെയാണ് നമ്മൾ ഇത് ഇടുന്നത്. പലരും നമുക്ക് കിട്ടുന്ന വെർഷനാണ്, നമുക്കറിയാവുന്ന കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പം തെറ്റായ ഒരു സന്ദേശങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാണ്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. സാധാരണഗതിയിൽ ചിലപ്പം വരാറുണ്ട്, ഇന്നലെ വൈകിട്ട് മുതൽ, ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ, അല്ലെ ഇന്ന് രാവിലെ മുതൽ ഇന്ന കുട്ടിയെ ഇന്ന സ്ഥലത്ത് നിന്നും കാണാതായിരിക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇന്ന നമ്പറിലോ ഇന്ന പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഈ മെസ്സേജ് ചിലപ്പോൾ സത്യമായിരിക്കാം, ചിലപ്പോൾ കള്ളമായിരിക്കാം. പക്ഷെ ഇതിലൊക്കെ ഉപരി ഇത് ചിലപ്പോൾ ഒരു 6 മാസം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളതായിരിക്കാം. എൻ്റെ കയ്യിൽ വന്ന ഇന്നാണ്. ഇതിനകത്ത് ഡേറ്റ് കാണത്തില്ല, വർഷവും കാണത്തില്ല. അപ്പം എൻ്റെ ഈ കിട്ടിയ ഉടനെ ഞാനിത് ഷെയർ ചെയ്യുമ്പോൾ ഇത് അണ്ണസല്ലേ അത് വീണ്ടും പല ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുകയാണ്. പല ഗ്രൂപ്പിലോട്ട് പോകുമ്പോൾ കുറെ ആൾക്കാർ വീണ്ടും കാണുകയാണ്. കാരണം വീണ്ടും ആ കുട്ടികളുടെ കുടുംബ ആൾക്കാരുടെ ഇത് ചെന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ മെസ്സേജുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ആ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഡേറ്റും ടൈമും സ്ഥലവും വ്യക്തമായി അതിനകത്ത് നമ്മൾ എഴുതാൻ ശ്രമിക്കണം. അപ്പൊ 2025 വന്നൊരു മെസ്സേജാണ് ഇന്ന് 26 എനിക്ക് കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിലാവും ഇതൊരു വർഷം പഴയതാണ്, തീർച്ചയായിട്ടും ആ കുട്ടി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഷെയർ ചെയ്യത്തില്ല. ഇത് ഡേറ്റും മാസവും സമയവും ഒന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇപ്പൊ കിട്ടുക, ഇപ്പൊ സംഭവിച്ചെന്നായി, ഇന്ന് രാവിലെ എന്നോ അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടെന്നോ പറഞ്ഞാണ് ഇത് മെസ്സേജ് വരും. അപ്പൊ നമ്മൾ പെട്ടെന്ന് എടുത്ത് പാനിക്കായിട്ട് നമ്മൾ പെട്ടെന്ന് ഷെയർ ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല. പ്രയോജനത്തിന് പകരം ആ കുട്ടിക്കും അവരുടെ കുടുംബത്തിനും ഇത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ സൂക്ഷിക്കണം എന്നുള്ളൊരു വിഷയം നിങ്ങളിലോട്ടൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.